സർ, ഇത് പ്രതിരോധിക്കാൻ നമ്മൾ എടുക്കേണ്ട മാർഗങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ ഉണ്ടാകാവുന്ന വൈറൽ ഇൻഫെക്ഷൻസ് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലാണ് ഉണ്ടാകുന്നത്. അത് സാധാരണ ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന ചുമയ്ക്കുമ്പോൾ കഫം വെളിയിൽ വരിക, അല്ലെങ്കിൽ നമ്മൾ ചുമയ്ക്കുമ്പോൾ അതിൻ്റെ ചുമച്ച് വരുന്ന വസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ വീഴുക, നമ്മുടെ കയ്യിൽ വീഴുക, അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ചുമച്ച് വരുന്ന കാര്യങ്ങൾ ഏതെങ്കിലും പ്രതലത്തിൽ വരുമ്പോൾ ആ പ്രതലത്തിൽ നമ്മൾ തൊട്ടിട്ട് അത് നമ്മളുടെ വായിലോ അല്ലെങ്കിൽ മൂക്കിലോ വെച്ച് നമ്മൾ തൊടുമ്പോൾ അങ്ങനെ കോണ്ടാക്ട് കൊണ്ടാണ് ഈ വൈറസ് ഇൻഫെക്ഷൻ നമുക്ക് ഉണ്ടാകാവുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇതിന് കൊറോണ വൈറസും തമ്മിലുള്ള ഇതിന് ഒരിക്കലും എയറസോളില്ല, വായുവിൽ ഇങ്ങനെ പടർന്ന് നടക്കത്തില്ല. മറ്റേ നമ്മുടെ കൊറോണ വൈറസ് എന്ന് പറഞ്ഞാൽ അത് വായു പ്രതലത്തിൽ ഇങ്ങനെ പറന്ന് നടക്കുന്നതാണ്. സോ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ചുമച്ചു കഴിഞ്ഞാൽ തന്നെ അത് വായു പ്രതലത്തിലേക്ക് പോയി മറ്റുള്ള ആർക്കും കിട്ടും. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുക, ട്രെയിനിൽ യാത്ര ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിനകത്ത് പങ്കെടുക്കുക, അങ്ങനെയൊക്കെയുള്ളത് വരുമ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്കാർ ചുമയ്ക്കുകയും അല്ലെങ്കിൽ നമ്മൾ അവരുടെ ചുമച്ച് വരുന്ന ദ്രാവകങ്ങൾ ഏതെങ്കിലും കാരണവശാൽ നമ്മളുടെ കൈകളിൽ പറ്റുകയോ അങ്ങനെയൊക്കെയുള്ള വരുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളുടെ ശരീരത്തിൽ അത് തൂക്കുകയോ അല്ലെങ്കിൽ മൂക്കിനകത്ത് നമ്മൾ കൈയിടുകയോ അല്ലെങ്കിൽ കണ്ണ് തിരുമുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് എപ്പോഴും നമ്മൾ മാസ്ക് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവും ഈ ഇൻഫെക്ഷൻ ഇല്ല. പക്ഷേ ഈ ഇൻഫെക്ഷൻ ഏതെങ്കിലും കാരണവശാൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉള്ളവർ മാസ്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് അത് പകരാൻ ഇരിക്കാൻ സാധിക്കും. പിന്നെ ഏതെങ്കിലും കാരണവശാൽ ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ അവരുടെ ഉച്ഛിഷ്ട വസ്തുക്കളുമായിട്ടും അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷനുള്ള സെക്രീഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൈ നല്ലപോലെ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നത് നല്ലതായിരിക്കും. ഇത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രതിരോധം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. ഇത് വന്നെന്നും പറഞ്ഞുകൊണ്ട് നമുക്കൊരു മാരകമായിട്ടുള്ള ഒരു കാര്യത്തിലോട്ട് പോകുമെന്ന് നമുക്ക് യാതൊരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല.